കാലത്ത് ബജ്രംഗ്പൂർ എന്ന അതിമനോഹരമായ ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. ആ ഗ്രാമത്തിൽ മഹേഷ് എന്ന ദരിദ്രനായ ഒരു മനുഷ്യൻ തൻ്റെ ചെറിയ പഴയ കുടിലിൽ ഒറ്റയ്ക്ക് താമസിച്ചിരുന്നു. മഹേഷിന് ഈ ലോകത്ത് ആരുമില്ലായിരുന്നു. അവന് വെറും 15 വയസ്സുള്ളപ്പോൾ അവൻ്റെ മാതാപിതാക്കൾ അവനെ ഈ ലോകത്ത് ഉപേക്ഷിച്ചു. അന്നു മുതൽ മഹേഷ് ഗ്രാമത്തിലെ ഹോട്ടലുകളിൽ പാത്രം കഴുകുന്ന ജോലിക്കാരനായി ജോലി ചെയ്ത് ഉപജീവന മാർഗം കണ്ടെത്തി സ്വയം ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നു. അത് അദ്ദേഹത്തിന് അതിജീവിക്കാൻ പര്യാപ്തമായിരുന്നു. മാത്രമല്ല, വരുമാനം വർദ്ധിപ്പിക്കുന്നതിനായി മഹേഷ് തൻ്റെ ചെറിയ തോട്ടത്തിൽ കുറച്ച് പച്ചക്കറികൾ വളർത്തി വൈകുന്നേരം വിപണിയിൽ വിൽക്കുമായിരുന്നു. ഒരു ദിവസം മഹേഷ് ഹോട്ടലുടമയായ രക്തൻലാലിനോട് തൻ്റെ ശമ്പളവും വർധനവിനെ കുറിച്ച് സംസാരിച്ചു. സാർ, എനിക്ക് നിങ്ങൾ തരുന്ന ശമ്പളം കൊണ്ട് ജീവിക്കാൻ കഴിയില്ല. ദയവായി എൻ്റെ ശമ്പളം അല്പം വർദ്ധിപ്പിക്കൂ. നിങ്ങൾ കൂടുതൽ സംസാരിക്കാൻ തുടങ്ങിയോ? നിങ്ങൾക്ക് മാസം 50 രൂപ മാത്രമല്ലേ ലഭിക്കുന്നത്? ഇപ്പോൾ നിനക്ക് 2-4 പാത്രം വൃത്തിയാക്കാൻ ഞാൻ 1000 രൂപ തരണോ? നിശബ്ദമായി ജോലി ചെയ്യൂ, അല്ലെങ്കിൽ ജോലി ഉപേക്ഷിക്കൂ. ബോസ്, ഞാൻ 1000 രൂപയല്ല ചോദിച്ചത്. എനിക്ക് 50 രൂപ കൂട്ടിത്തരണമെന്നാണ് പറഞ്ഞത്. ഹേയ്, എനിക്ക് മനസ്സിലായി. നിനക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല. ഇവിടെ നിന്ന് പോകൂ. തെരുവുകളിൽ ഭിക്ഷയാചിക്കൂ. ഞാൻ നിന്നെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുകയാണ്. ഗ്രാമവാസികളെ കേൾക്കൂ. ആരെങ്കിലും ഈ യാചകന് ജോലി കൊടുക്കാൻ ധൈര്യപ്പെട്ടാൽ ഞാൻ അവനെ വെറുതെ വിടില്ല. മഹേഷ് നിശബ്ദനായി എല്ലാം കേൾക്കുന്നു. ആരോടും ഒന്നും പറയുന്നില്ല. അയാൾക്ക് ജോലി നഷ്ടപ്പെട്ടു. രവി ഭായ്, എനിക്ക് 1 കിലോ അരി തരൂ. നോക്കൂ മഹേഷ്, നാളെ മുതൽ നിനക്കൊരു സാധനവും എനിക്ക് തരാൻ കഴിയില്ല. കാരണം എൻ്റെ കടയിൽ നിൻ്റെ കടം ഇപ്പോൾ തന്നെ വലുതാണ്. എനിക്ക് ഇതിൽ കൂടുതൽ നിനക്ക് വായ്പ നൽകാൻ സാധിക്കില്ല. ഞാനും നിസ്സഹായനാണ് മഹേഷ് ഭായി. എനിക്കും 2 കുട്ടികളും ഒരു കുടുംബവുമുണ്ട്. അപ്പോൾ എനിക്ക് എങ്ങനെ നിനക്ക് കൂടുതൽ കടം തരാൻ കഴിയും? കടം വാങ്ങാൻ വരില്ല രവി ഭായി. എനിക്ക് 1 കിലോ അരിയെങ്കിലും തരൂ. രവി മഹേഷിന് 1 കിലോ അരി നൽകുന്നു. അവൻ അരിയുമെടുത്ത് വീട്ടിലേക്ക് പോകുന്നു. 2-3 ദിവസം ഇങ്ങനെ കടന്നു പോകുന്നു. ഇന്ന് കഴിക്കാൻ ഒന്നുമില്ല. ഞാൻ എന്ത് ചെയ്യും? രവിയുടെ കടയിൽ പോകാനും പറ്റില്ല. ഒരു തരി പോലും അവൻ കടം തരില്ല. എന്ത് ചെയ്യും ദൈവമേ? കാട്ടിലേക്ക് പോകാം. അവിടുള്ള എന്തെങ്കിലും പൂവോ കായോ കഴിച്ച് ഇന്നത്തെ ദിവസം ചെലവഴിക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് മഹേഷ് കാട്ടിലേക്ക് പോകുന്നു. മഹേഷ് കാട്ടിൽ മുഴുവൻ ചുറ്റി നടന്നെങ്കിലും കാട്ടിൽ ഒരു പഴമോ പൂവോ പോലും കണ്ടെത്താനായില്ല. അപ്പോൾ വിശന്നും ദാഹിച്ചും കളന്ന മഹേഷ് ഒരു മരത്തിനടിയിൽ ഇരുന്നു കൊണ്ട് പറയുന്നു, ദൈവമേ, ഇനി ഞാൻ എന്ത് ചെയ്യും? എനിക്ക് കഴിക്കാൻ ഒന്നും കിട്ടുന്നില്ല. ഇപ്പോൾ എനിക്കൊരു ജോലിയുമില്ല. ദൈവമേ, നീ എനിക്ക് എന്തെങ്കിലും എത്തിക്കൂ. അപ്പോൾ മഹേഷിന്റെ കണ്ണുകൾ ഒരു മുയലിൽ പതിഞ്ഞു. മുയൽ അതിന്റെ മാന്ത്രിക പന്തിൽ നിന്ന് പഴങ്ങൾ പുറപ്പെടുവിക്കുന്നത് അവൻ കാണുന്നു. ഹേയ്, ഇത്രയും പഴം മാത്രമല്ല, എനിക്ക് ഇനിയും കൂടുതൽ പഴം വേണം. എന്റെ വയറ് ഇത്രയും പഴം കൊണ്ട് നിറയുകയില്ല. എനിക്ക് കൂടുതൽ പഴങ്ങൾ വേണം. മുയൽ വീണ്ടും അതിന്റെ മാന്ത്രിക പന്ത് ഉപയോഗിച്ച് മാജിക് ചെയ്യുന്നു. ഇത്തവണ ധാരാളം പഴങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. മഹേഷ് ഇതെല്ലാം നോക്കിയിരിക്കുകയാണ്. ഹേയ്, ഞാൻ എന്താണ് കാണുന്നത്? ഒരു മുയലിന് മാജിക് ചെയ്യാൻ കഴിയുമോ? അതും മുയൽ സംസാരിക്കുകയും ചെയ്യുന്നു. മുയൽ മാജിക് ചെയ്യുമ്പോൾ പന്തിലൂടെ പഴങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഏതുതരം മുയലാണിത്? ഈ മുയൽ എന്നെ എന്തെങ്കിലും ചെയ്യുമോ? ഇനി മുയൽ വല്ല പിശാചുമാണെങ്കിൽ അതെൻ്റെ മുകളിലും മന്ത്രവാദം നടത്തും. ഇപ്പോഴവൻ്റെ ശ്രദ്ധ പഴങ്ങളിലാണ്. ഇത് തന്നെ അവസരം. ഇവിടുന്ന് ഓടി രക്ഷപ്പെടാം. ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് മഹേഷ് അവിടെ നിന്നും ഓടിപ്പോകാൻ എഴുന്നേറ്റപ്പോൾ മുയൽ അവനോട് പറയുന്നു, കാത്തിരിക്കൂ സഹോദരാ, നിങ്ങൾ ആ സ്ഥലത്തു നിന്നും മാറരുത്. ഞാനൊന്നും കണ്ടിട്ടില്ല. ഞാൻ നിന്നെ കണ്ടിട്ടേയില്ല. നീ എന്നെ ഒന്നും ചെയ്യല്ല്. നീ ചെയ്യുന്നതൊന്നും ഞാൻ ആരോടും പറയത്തുമില്ല. പേടിക്കേണ്ട സഹോദരാ, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. ഞാനൊരു മാന്ത്രിക ദൈവമാണ്. പക്ഷേ ഈ വിജനമായ നിബിഡ കാട്ടിൽ നീ ഒറ്റയ്ക്ക് എന്താണ് ചെയ്യുന്നത്? എൻ്റെ വീട്ടിൽ ആരുമില്ല. എനിക്ക് കയ്യിൽ പണവുമില്ല. ഗ്രാമത്തിൽ എനിക്ക് ഭക്ഷണവുമില്ല, ജോലിയുമില്ല. അതുകൊണ്ട് ഈ കാട്ടിൽ വന്ന് കുറച്ച് പഴങ്ങളോ പൂക്കളോ കഴിച്ച് ഇന്നത്തെ ദിവസം തള്ളി നീക്കാമെന്ന് കരുതി വന്നതാണ്.
നിങ്ങൾ കുറച്ച് കാത്തിരിക്കുക എന്ന് പറഞ്ഞ് മുയൽ തൻ്റെ മാന്ത്രിക ഉപയോഗിച്ച് ധാരാളം പുതിയ പഴങ്ങൾ കാണിച്ചു. ഇതാ എൻ്റെ പ്രിയ സുഹൃത്തെ, നിങ്ങൾക്ക് ഈ പഴങ്ങളെല്ലാം നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാം. നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ തരാം. പറയൂ, ഇത് നിന്റെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റാൻ കഴിയും. നന്ദി സുഹൃത്തെ, ഞാൻ ഒറ്റയ്ക്കാണ്. എനിക്ക് സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ ആരുമില്ല. ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. നിനക്ക് എൻ്റെ സുഹൃത്താകാൻ താല്പര്യമുണ്ടോ? സുഹൃത്തെ, നിന്നെക്കുറിച്ച് എനിക്ക് എല്ലാം അറിയാം. വാസ്തവത്തിൽ ഞാനും നിന്നെ പോലെയാണ്. ഞാനും പൂർണ്ണമായും ഒറ്റയ്ക്കാണ്. എനിക്കൊരു സുഹൃത്തിനെ വേണം. നീ എൻ്റെ സുഹൃത്തായാൽ ഞാനും വളരെയധികം സന്തോഷിക്കും. എന്തുകൊണ്ട് നമുക്ക് സുഹൃത്തായിക്കൂടാ? അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ രണ്ടുപേരും സുഹൃത്തുക്കളാണ്. കൊണ്ട് മഹേഷ് മുയലിനെയും കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് പോകുന്നു. അപ്പോൾ എന്നിട്ട് വീട്ടിലെത്തിയ ശേഷം മഹേഷ് മുയലിനോടായി പറയുന്നു, എൻ്റെ കയ്യിൽ പണമില്ല. നിനക്ക് കഴിക്കാനായി തരാനും ഒന്നുമില്ല. എന്തിനാണ് സുഹൃത്തെ നീ വിഷമിക്കുന്നത്? നിനക്ക് ഭക്ഷണത്തിന് ഒരു കുറവുമില്ല. മുയൽ തൻ്റെ മാന്ത്രിക പുറന്തോട് ഉപയോഗിച്ച് ഒരു മാന്ത്രിക വിദ്യ പ്രയോഗിക്കുന്നത് കാത്തിരുന്ന് മഹേഷ് കണ്ടു. ധാരാളം രുചികരമായ ഭക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. വാവ് ഫ്രണ്ട്, നീ വളരെ നല്ല ജോലി ചെയ്തു. വളരെ കാലത്തിന് ശേഷം നീ കാരണം എനിക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ കഴിഞ്ഞു. ഇതെന്റെ കടമയാണ് സുഹൃത്തേ. നീ എൻ്റെ സുഹൃത്തല്ലേ? എന്നോട് പറയൂ, നിനക്ക് എന്താണ് കഴിക്കാൻ ഇഷ്ടം? ഞാൻ അത് നിനക്ക് വാങ്ങിത്തരാം. എന്നിട്ട് മഹേഷ് വയറ് നിറയെ കഴിച്ചു. സുഹൃത്തേ, നിങ്ങൾക്ക് ഭക്ഷണം ഇഷ്ടപ്പെട്ടോ? വളരെയധികം ഭക്ഷണം ബാക്കി വന്നിട്ടുണ്ട്. ഞാൻ 3 ദിവസം കഴിച്ചാലും ഈ ഭക്ഷണം തീരില്ല. പക്ഷേ ഇത് കേടാകില്ലേ? ഹേയ്, എൻ്റെ മാന്ത്രിക വിദ്യ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഭക്ഷണമല്ലേ, ഇത് കേടാകില്ല എന്ന് പറഞ്ഞ് അവൾ മഹേഷിൻ്റെ കേടാകില്ല. പതുക്കെ മാന്ത്രിക മുയലിന്റെ സഹായത്തോടെ മഹേഷ് വളരെ സമ്പന്നനാകുന്നു. മഹേഷ് ഒരു പുതിയ ബംഗ്ലാവ് വാങ്ങുന്നു. ഇപ്പോഴവന് ധരിക്കാൻ നല്ല വസ്ത്രങ്ങളും നല്ല ഭക്ഷണവുമുണ്ട്. വലിയ കാറുകൾ പോലും മഹേഷിന്റെ വീടിന്റെ മുറ്റത്ത് പാർക്ക് ചെയ്യാൻ തുടങ്ങി. അതിനിടയിൽ മഹേഷ് അയാൾ സ്വന്തമായി ഒരു ബിസിനസ്സും തുടങ്ങുന്നു. കടയിൽ എന്തെങ്കിലും കുറവുണ്ടാവുമ്പോഴെല്ലാം മുയൽ തന്റെ മാന്ത്രികത ഉപയോഗിച്ച് അത് നിറവേറ്റുന്നു. മഹേഷിന്റെ പുരോഗതി കണ്ട് ഗ്രാമവാസികളെല്ലാം അത്ഭുതപ്പെടുന്നു. ഹേ സഹോദരന്മാരെ, നിങ്ങൾ കാണുന്നില്ലേ? ഇന്നലെ വരെ ഹോട്ടലിൽ പാത്രങ്ങൾ കഴുകിയ ഒരാൾ എത്ര പെട്ടെന്നാണ് ഇങ്ങനെ സമ്പന്നനായത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവരെൻ്റെ കടയിൽ നിന്നും 1 കിലോ അരി കടം വാങ്ങി. അതുപോലും തിരിച്ചു തരാൻ ശേഷിയില്ലാത്ത ഇവൻ ഇത്ര വലിയ ബംഗ്ലാവ് എങ്ങനെ വെച്ചു? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവൻ എൻ്റെ അടുക്കൽ നിന്ന് 50 രൂപ കടം ചോദിക്കാൻ വന്നിരുന്നു. ഗ്രാമവാസികൾക്കിടയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് രക്തൻലാൽ നിശബ്ദനായി കേൾക്കുകയും സ്വയം ചിന്തിക്കുകയും ചെയ്തു. ഈ മഹേഷിന് ഇത്രയും പണം എവിടുന്ന് കിട്ടി? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അവനെ ഞാൻ എൻ്റെ ഹോട്ടലിൽ നിന്നും പിരിച്ചു വിട്ടതല്ലേ. അതിനു മുമ്പേ അവൻ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുകയായിരുന്നു. ഗ്രാമവാസികളിൽ നിന്നും എല്ലാവരിൽ നിന്നും അവൻ കടം വാങ്ങുകയും ചെയ്തു. അവൻ എങ്ങനെയാണ് ഇത്ര വലിയ ബിസിനസ്സുകാരനായി മാറിയത്? തീർച്ചയായും ഇതിന് പിന്നിൽ എന്തോ രഹസ്യമുണ്ട്. അത് നമ്മൾക്ക് കണ്ടുപിടിക്കണം. ഇവനെ ഇങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് രത്തൻലാൽ മഹേഷിന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു. എന്നിട്ട് രാത്രി രത്തൻലാൽ നിശബ്ദനായി മഹേഷിന്റെ ബംഗ്ലാവിന്റെ ജനലിലൂടെ എത്തി നോക്കി. എല്ലാം കേൾക്കാൻ തുടങ്ങി. മഹേഷ് തന്റെ സുഹൃത്തിനോടായി പറയുന്നു, പ്രിയ സുഹൃത്തേ, മുയൽ സുഹൃത്തേ, നിനക്കിഷ്ടപ്പെട്ട ലഡു ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നീ എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിൻ്റെ മാന്ത്രിക ശക്തി കൊണ്ട് നിറവേറ്റി തന്നു. ഇനി എനിക്ക് നിൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റാനുള്ള സമയമാണ്. എനിക്ക് മാജിക് ചെയ്യാൻ കഴിയില്ല, പക്ഷേ ഇതുപോലുള്ള ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ എനിക്ക് തീർച്ചയായും നിറവേറ്റാൻ കഴിയും. നീ എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തന്നു. ഇനി ഞാൻ നിനക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. മുയലും രത്തൻലാലും സംസാരിക്കുന്ന മാന്ത്രിക മുയലിനെ കണ്ട് രക്തൻലാൽ അത്ഭുതപ്പെട്ടു. മുയലിന്റെയും മഹേഷിന്റെയും സംഭാഷണം രക്തൻലാൽ മുഴുവനും കേട്ടു. ഈ അത്ഭുതമെല്ലാം കാണിക്കുന്ന മാന്ത്രിക മുയലാണ് ഇവൻ്റെ സമ്പന്നതയ്ക്ക് പിന്നിലെ പ്രധാന കാരണം. രാത്രിയാകട്ടെ, കാണിച്ചു തരാം.
രത്തൻലാൽ അർദ്ധരാത്രിയാകുന്നതുവരെ കാത്തിരുന്നു. രാത്രിയിൽ മുയലും മഹേഷും അവരുടെ കട്ടിലിൽ ഉറങ്ങുകയാണ്. അപ്പോൾ രത്തൻലാൽ മുയലിനെ മഹേഷിന്റെ ബംഗ്ലാവിൽ നിന്നും തട്ടിക്കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് മുയലിനോട് പറഞ്ഞു, ഹേ മാന്ത്രിക മുയലെ, എനിക്ക് വേണ്ടി ഒരു മന്ത്രവാദം നടത്തൂ. എനിക്ക് സ്വർണവും പണവും ഉണ്ടാക്കി തരൂ. എന്നെ വിടൂ, ഞാൻ എന്താണ് നിന്നോട് ചെയ്തത്? നിനക്ക് വേണ്ടി ഞാൻ ഒരു മന്ത്രവാദവും ചെയ്യില്ല. നിശബ്ദമായി എനിക്ക് വേണ്ടി മന്ത്രവാദം നടത്തൂ, അല്ലെങ്കിൽ നിന്നെ ഞാൻ... ഇല്ല, ഞാൻ നിനക്ക് വേണ്ടി മാജിക് ചെയ്യില്ല. എന്റെ മാജിക് നല്ല ആളുകൾക്ക് വേണ്ടി മാത്രമാണ്. നീ ദുഷ്ടനും അത്യാഗ്രഹിയുമാണ്. അതേസമയം നീ ഒരു ദുഷ്ട വ്യക്തിയുമാണ്. ഒരു ജീവിയുടെ ജീവൻ എടുക്കുന്നതിനെ കുറിച്ച് നിനക്ക് എങ്ങനെ ചിന്തിക്കാൻ കഴിയും? ചിലക്കാതെ എനിക്ക് വേണ്ടി മന്ത്രവാദം ചെയ്യൂ. പലതവണ പറഞ്ഞിട്ടും മുയൽ കേൾക്കുന്നില്ല. അതിനാൽ രത്തൻലാൽ മുയലിനെ കൊല്ലുന്നു. എനിക്ക് വേണ്ടി നീ മന്ത്രവാദം ചെയ്തില്ല അല്ലേ? ഇനി നീ മഹേഷിന് വേണ്ടി എങ്ങനെ മാജിക് ചെയ്യുമെന്ന് എനിക്കൊന്ന് കാണണം. അതേസമയം രാവിലെയാകുമ്പോൾ മുയലിനെ അടുത്ത് കാണാത്തതിൽ മഹേഷ് വളരെ അസ്വസ്ഥനാവുകയും വീട് മുഴുവൻ മുയലിനെ തിരയാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഹേ സുഹൃത്തെ, എൻ്റെ സുഹൃത്തെ, നീ എവിടെയാണ്? നിന്നെ ഞാൻ ഇവിടെ വെച്ചല്ലേ കണ്ടുമുട്ടിയത്. നീ എന്നെ ഉപേക്ഷിച്ച് എവിടെ പോയി എൻ്റെ സുഹൃത്തെ? മഹേഷ് തന്നോട് തന്നെ സംസാരിക്കുമ്പോൾ ഒരു സന്യാസി അവിടെ പ്രത്യക്ഷപ്പെടുന്നു. അവൻ മഹേഷിനോട് ചോദിക്കുന്നു, ആരാണ് ഈ നിബിഡവും വിജനവുമായ വനത്തിലെത്തിയിരിക്കുന്നത്? കാട്ടിൽ നീ ആരെയാണ് അന്വേഷിക്കുന്നത്? ഞാൻ എൻ്റെ സുഹൃത്തിനെ അന്വേഷിക്കുകയായിരുന്നു. മകനെ, ഞാൻ നിന്നെ പരീക്ഷിക്കുകയായിരുന്നു. നീ ഈ കാട്ടിൽ എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്കറിയാം. നീ നിൻ്റെ സുഹൃത്തായ മുയലിനെ അന്വേഷിക്കുകയല്ലേ? അതേ സന്യാസി വരിക, താങ്കൾ പറഞ്ഞതാണ് ശരി. ശരി, ഈ മുയൽ, നിൻ്റെ സുഹൃത്തായ മുയൽ എൻ്റെ സഹായിയായിരുന്നു. നിന്നെ സഹായിക്കാൻ വേണ്ടിയായിരുന്നു ആ മുയലിനെ ഞാൻ നിൻ്റെ അടുത്തേക്ക് അയച്ചത്. പക്ഷേ ദുഷ്ടനായ രത്തൻലാൽ രാത്രിയിൽ നിൻ്റെ മുയലിനെ രഹസ്യമായി മോഷ്ടിച്ചു കൊണ്ടുപോവുകയും അവനെ അവൻ്റെ വീട്ടിൽ കൊണ്ടുപോയി കൊല്ലുകയും ചെയ്തു. ഇതിന് ഞാൻ തീർച്ചയായും അവനോട് പ്രതികാരം ചെയ്യും. ഇത് കേട്ട് മഹേഷ് വളരെ ദുഃഖിതനായി ബാബാജിയോട്, എൻ്റെ സുഹൃത്തിനെ തിരികെ കൊണ്ടുവരാൻ കഴിയില്ലേ? ദയവായി എൻ്റെ സുഹൃത്തിനെ എനിക്ക് തിരികെ തരൂ. ജീവിതകാലം മുഴുവൻ ഞാൻ നിങ്ങളോട് നന്ദിയുള്ളവനായിരിക്കും. മകനെ, നീ ഇപ്പോൾ ഇത്രയധികം യാചിച്ച സ്ഥിതിക്ക് ഞാൻ നിനക്ക് നിൻ്റെ സുഹൃത്തിനെ തിരികെ തന്നേക്കാം, ഉടൻ തന്നെ. ബാബാജി തൻ്റെ മാജിക് മൂലം മഹേഷിന് മുയലിനെ തിരികെ കൊടുക്കുന്നു. മുയലിനെ ജീവനോടെ കണ്ടതിൽ മഹേഷ് വളരെ സന്തോഷിക്കുകയും, ഹേ സുഹൃത്തേ, സുഖമാണോ? നിന്നെ ഞാൻ എവിടെല്ലാം അന്വേഷിച്ചു. ഇരുവരും സംസാരിക്കാൻ തുടങ്ങുന്നു. തുടർന്ന് ബാബാജി സന്യാസി അപ്രത്യക്ഷനാകുന്നു. മഹേഷും മുയലും സന്തോഷത്തോടെ വീട്ടിലേക്ക് മടങ്ങുന്നു. മാസങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നു. വീണ്ടും മഴ പെയ്യുന്നു. മഴക്കാലം വരുന്നു. ഒരു ദിവസം കനത്ത മഴയിൽ എന്തോ ജോലിക്കായി രത്തൻലാൽ ഒരു കുടയും ചുമന്ന് മാർക്കറ്റിലേക്ക് പോവുകയായിരുന്നു. പെട്ടെന്ന് ഒരു വലിയ ശബ്ദത്തോടെ മരം കടപുഴകി വീഴുകയും അവിടെ വെച്ച് അയാൾ അകാലത്തിൽ മരിക്കുകയും ചെയ്യുന്നു.